ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാണിയംകുളത്ത് 1.5 വയസ്സുകാരന് തെരുവ് നായയുടെ കടിയേറ്റു. തെരുവ് നായ ശല്യം പരിഹരിക്കാൻ പഞ്ചായത്ത് ഇടപെടൽ നടത്തണമെന്ന ആവശ്യവുമായി BJP പഞ്ചായത്ത് അംഗങ്ങൾ രംഗത്തെത്തി. വാണിയംകുളത്ത് 1.5 വയസ്സുകാരന് തെരുവ് നായയുടെ കടിയേറ്റു. വാണിയംകുളം പനയൂർ ഉണ്ടിയിൽപ്പടി വീട്ടിൽ ഷനോജ് രോഹിണി ദമ്പതികളുടെ മകൻ ഇഷാനാണ് തെരുവ് നായയുടെ കടിയേറ്റത്. വാണിയംകുളം പോസ്റ്റ് ഓഫീസിന് മുൻപിൽ വെച്ചാണ് തെരുവ് നായ കുട്ടിയെ കടിച്ചത്. കുട്ടി അമ്മയ്ക്കൊപ്പം റോഡരികിൽ നിൽക്കുമ്പോഴാണ് സംഭവം ഉണ്ടായത്. കുട്ടിയെ വീട്ടിൽ പോയി നേരിട്ട് കണ്ടിരുന്നതായും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തതായും 4ാം വാർഡ് മെമ്പർ ജയരാജൻ പറഞ്ഞു. ഇതുണ്ടായത് എന്താ വെച്ചാൽ ഈ കുട്ടിയുടെ അമ്മയും കൂടിയിട്ട് അവിടെ നിന്ന് മരുന്ന് മേടിച്ച് പുറത്തേക്ക് വരുമ്പോൾ അവിടെ കടന്നിരുന്ന ഒരു നായ ഈ കുട്ടീനെ കടിക്കുകയാണ് ഉണ്ടായത്. നമ്മൾ അപ്പം തന്നെ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിവരം അറിഞ്ഞ് നമ്മൾ ആ കുട്ടിയുടെ വീട് സന്ദർശിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാണിയംകുളത്ത് തെരുവ് നായ ശല്യം രൂക്ഷമാണെന്നും പലരും നായ്ക്കളെ ഉപേക്ഷിക്കുന്നതായും പലരും ഇവയ്ക്ക് ഭക്ഷണം നൽകുന്നതായും ജയരാജൻ പറഞ്ഞു. തെരുവ് നായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് BJP പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നതായും ഇതുവരെയും നടപടികൾ എടുത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ ടൗണിൽ ഒരുപാട് നായ്ക്കൾ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. കണ്ടമാനം ആൾക്കാർ ഈ നായ്ക്കളെ ഇവിടെ കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറേ ആൾക്കാർ ഇതിനെ ഭക്ഷണം കൊടുത്തിട്ടും ഇതിനെ ഇവിടെ വളർത്താനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഇത് മനുഷ്യന്മാർക്കുള്ള ഒരു തീരെ നമുക്ക് സുരക്ഷിതമല്ലാത്തൊരു ഇതാണിത്. ഈ നായ്ക്കൾ ഭക്ഷണം കൊടുക്കണ്ടെന്ന് നമ്മൾ പറയില്ല. പക്ഷേ അത് നമ്മളെ വീട്ടിലെ കുട്ടികളെ ഇങ്ങനെ സംഭവിച്ചാൽ എന്താ ഉണ്ടാവുന്നത് നമ്മൾ ഒന്ന് നല്ല ആലോചിക്കണം. പിന്നെ നമ്മൾ പാർട്ടിപരമായിട്ട് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJP ഇതിനെ വേണ്ടിയിട്ട് 3-4 വട്ടം ഇതിനു വേണ്ടി പരാതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതി സമയത്ത് സെക്രട്ടറിക്ക് പരാതികൾ നൽകിയിട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ സെക്രട്ടറിയെ ഉപരോധിക്കലടക്കം ചെയ്തിട്ടുണ്ട് ഇതിന് പരാതി കൊടുത്തിട്ട്. അപ്പോൾ അന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് സെക്രട്ടറി വാക്ക് നൽകിയതാണ്. ഈ കാലയളവ് വരെയും അതിനൊരു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ രൂക്ഷമായിട്ടുള്ള അനുഭവമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾ വലിച്ചെറിയുന്ന ഭക്ഷ്യവസ്തുക്കളാണ് തെരുവ് നായ്ക്കളുടെ ഭക്ഷണമെന്നും ഇത് കിട്ടാതാവുമ്പോൾ ആളുകളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നതെന്നും 8ാം വാർഡ് മെമ്പർ രാജു പറഞ്ഞു. ഇങ്ങനെ പൊതു ഇടങ്ങളിൽ ഭക്ഷണം വലിച്ചെറിയുന്നവർക്കെതിരെ പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കണമെന്നും നായ്ക്കളെ ഉപേക്ഷിച്ചു പോകുന്നവർക്കെതിരെയും നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബൈറ്റ്. ഈ ഭക്ഷ്യവസ്തുക്കൾ വലിച്ചെറിയുന്നത് ഭക്ഷിച്ചിട്ടാണ് ഇവർ കൂടുതലായിട്ട് വളരുന്നത്. അതിപ്പോൾ അത് കിട്ടാതെ ആകുമ്പോൾ മത്സ്യമാംസാദികളുടെ വേസ്റ്റുകൾ കിട്ടാതെ ആകുമ്പോഴാണ് ഇവർ മനുഷ്യന് നേരെയും വളർത്തുമൃഗങ്ങൾക്ക് നേരെയും തിരിയുന്നത്. അപ്പോൾ ഒന്നാമത് ഈ ഭക്ഷ്യവസ്തുക്കൾ വലിച്ചെറിയുന്നതിന് എതിരെ പഞ്ചായത്ത് കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. രണ്ടാമത് വളർത്തു നായ്ക്കൾക്ക് ലൈസൻസ് നിർബന്ധമാക്കണം. മൂന്നാമത് ഈ തെരുവിൽ നായ്ക്കളെ വിടുന്നവർക്കെതിരെ കർശന നടപടികളിലൂടെ പോയാൽ തന്നെയാണ് ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ.